Hello guys, you're watching AKHIL by AKHIL GOPIKA. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ്. ഒരു വൈറ്റനിങ് ക്രീമിന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് അതിന്റെ റിവ്യൂ മാത്രം. ആൻഡ് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും, നമ്മളുടെ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ആൻഡ് ഒരുപാട് ലാഗ് എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇൻഫിനിറ്റി വൈറ്റനിങ് ക്രീം. ഇൻഫിനിറ്റി വൈറ്റനിങ് ക്രീം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ പറയുന്നതിന് മുന്നേ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റനിങ് ക്രീമിന്റെ ലോട്ടസിന്റെ ഒരു വൈറ്റനിങ് ക്രീമാണ്. അപ്പോൾ അതിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ടായി, ഒരുപാട് പേര് യൂസ് ചെയ്തു, നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് തന്നെ എനിക്ക് രണ്ട് മൂന്ന് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നെഗറ്റീവായിട്ട്. അതായത് യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ കളർ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് സ്കിൻ ഇറിറ്റേറ്റ് ആയി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം പറയാം. അതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ്, വൈറ്റനിങ് ക്രീം എന്നല്ല, നമ്മൾ ഫേഷ്യൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മഞ്ഞളിടുക, എന്ത് ക്രീം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന് ശേഷം നമ്മുടെ സ്കിന്നിന് നമ്മൾ അത്രയും പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. നോർമലി കെയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രോപ്പറായിട്ട് കെയർ ചെയ്യാം. കാര്യം നമ്മളിപ്പോൾ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ലൈറ്റൻ ആവല്ലേ ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നോർമലി എന്നും നല്ല സൺലൈറ്റിൽ പോകുന്ന ഒരാളാണെങ്കിൽ വീണ്ടും അതുപോലെ ഇറങ്ങിയാൽ ചിലപ്പോൾ കളർ കുറയും. ഇപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്ത് 2-3 ദിവസത്തേക്ക് നേരെ തിറങ്ങരുതെന്നവർ പറയാം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കളർ നോർമൽ ഉള്ളതിനേക്കാളും കുറയാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. അതിപ്പോ ഈ ഒരു ക്രീമും യൂസ് ചെയ്യാത്തവർക്കും, ഒരു വൈറ്റനിങ് ക്രീമും ഒന്നും യൂസ് ചെയ്യാത്തവർക്കും നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ കളർ, നമ്മുടെ നോർമൽ കളർ നമുക്ക് ഇരിക്കും. എപ്പോഴും നമ്മൾ പുതുതായിട്ട് കളർ വന്നില്ലെങ്കിലും നോർമൽ കളർ നമുക്ക് തിരിച്ചു കിട്ടും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ആൻഡ് സൺസ്ക്രീൻ തന്നെ ലോട്ടസിലും തന്നെ ഒരുപാട് അതും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത് വാങ്ങിക്കാം. ഓയിലി സ്കിന്നാർക്ക്, ഡ്രൈ സ്കിന്നാർക്ക്, അങ്ങനെ കോമ്പിനേഷൻ, അങ്ങനെ എല്ലാവർക്കും കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ളത് നോക്കി പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ അത്രയോട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരാൾ കമന്റ് ചെയ്തിരുന്ന സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നുള്ള അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും, സ്കിന്നിന്റെ നല്ല എന്ത് പ്രോഡക്റ്റ് ആയാലും 100% പേർക്കും അത് യൂസ്ഫുൾ ആവണമെന്നില്ല. യൂസ്ഫുൾ അല്ല, സ്യൂട്ട് ആവണമെന്നില്ല. ഒരു 90% പേർക്ക് സ്യൂട്ട് ആവുള്ളൂ. ബാക്കിയുള്ളവരുടെ എക്സെപ്ഷൻ കേസ് ആണെന്ന് വെച്ചാൽ അവരുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അതാണ് കാര്യം. അല്ലാണ്ട് ആ പ്രൊഡക്റ്റിന്റെ പ്രശ്നമായിരിക്കുന്നതില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്തിടാനായിട്ടാണ് സെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജാണ് ഇവരുടേത്. ഇൻസ്റ്റഗ്രാമിൽ പേജിൽ നിന്നാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിടാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്നോട് ഇത് അയച്ചു തന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാനായിട്ടല്ല അവർ പറഞ്ഞാൽ ഞാനത് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്കുണ്ടാവുന്ന റിവ്യൂ, അതായത് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത റിവ്യൂ മാത്രം പറഞ്ഞാൽ മതി. എത്ര ജെനുവിൻ ആണോ അത്രയും പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വീഡിയോ ചെയ്തിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ സെൻഡ് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ജെനുവിൻ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവർ സെൻഡ് ചെയ്യുന്നതാണ്. അതായത് ഇൻസ്റ്റഗ്രാം പേജ് വഴി സെയിൽ ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നോർമൽ ഒരു ഗ്ലാസ് പാക്കേജിങ്, ഗ്ലാസ് ആണ്. ഓപ്പണിംഗ് ഉണ്ട്. ക്രീം ഒരു വൈറ്റ് കളർ, നോർമൽ വൈറ്റനിങ് ക്രീം എല്ലാം ഇങ്ങനെയാണ് വരുന്നത് തോന്നുന്നു. അതുപോലെ തന്നെ ഒരിതാണ്. പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദനത്തിൻ്റെയൊക്കെ പോലൊരു സ്മെല്ലാണ്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്, ചന്ദനത്തിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. അതിൻ്റെ സാധാരണ വൈറ്റനിങ് ക്രീം പോലെ തന്നെ നമുക്ക് ഇച്ചിരി എടുത്ത് നമ്മളെ ക്രീമായിട്ട് ഇടാം. ആൻഡ് ഇതും ഇപ്പോൾ നമ്മൾ എല്ലാ വൈറ്റനിങ് ക്രീമിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഡേ ലൈറ്റിൽ അല്ലെങ്കിൽ സൺലൈറ്റിൽ യൂസ് ചെയ്യേണ്ട. നമുക്കിതിനെ ഒരു രാത്രി ഉറങ്ങുന്ന സമയത്ത് ജസ്റ്റ് എടുത്ത് എന്നോട് അവർ പറഞ്ഞത് അങ്ങനെയാണ്. നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കുറച്ചെടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക, ഉറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഡാർക്ക് സ്പോട്ട്സ്, ഇപ്പം നമ്മൾ ആഗ്നെ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട്, അതെനിക്ക് റീസെൻ്റ് ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെയൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറും, കുറയും, അതൊക്കെ ലൈറ്റൻ ചെയ്യും. പിന്നെ നമ്മൾ ഇവൻറ്റ് ഓൺ ആക്കും, അതൊക്കെ വരും. പക്ഷെ എനിക്ക് ഇവൻറ്റ് ഓൺ ആക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് പിമ്പിൾസിൻ്റെ അടയാളങ്ങളൊക്കെ നന്നായിട്ട് പോയി. പിന്നെ പിമ്പിൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് പിമ്പിൾസ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. അത് എനിക്ക് അവർ പറഞ്ഞത് അതേപോലെ. പക്ഷെ അവർ പറഞ്ഞതൊരു ഒരു 4-5 ഡേയ്സിലൊക്കെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ 4-5 ഡേയ്സിൽ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. പെട്ടെന്ന് അങ്ങ് പോകത്തില്ല ചേഞ്ചസ്. ഒരു 10 ഡേയ്സിനുള്ളിൽ നമുക്ക് നല്ല മാറ്റം നമുക്ക് ഉണ്ടാവും.
അതുപോലെ തന്നെ എന്താ 10 ഡേയ്സിനുള്ളിൽ നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഇൻ കേസ് ചിലർക്ക് നല്ല പിമ്പിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റം ഇല്ലെങ്കിൽ കുറച്ചുകൂടി ക്രീം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. നോർമൽ ചെറിയ ഡോട്ട്സ് യൂസ് ചെയ്യാതെ കുറച്ചുകൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കതിൽ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ എല്ലാത്തിലും പറയുന്ന പോലെ എന്താ നിങ്ങൾ ഇത് എന്ത് ക്രീം യൂസ് ചെയ്താലും എൻ്റെ കൂടെ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ പ്രൈസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് അവൈലബിൾ ആണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇതിനകത്ത് 1099 രൂപ, അതായത് 1099 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ. പക്ഷേ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫേഴ്സിൽ അവൈലബിൾ ആണ്. 750 നമുക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലാണ്ടും ചില സമയത്ത് അവർ തന്നെ ഓഫറിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് അവർക്ക് എപ്പോൾ മെസ്സേജ് ചെയ്താലും അവരതിന് റിപ്ലൈ ഒക്കെ തരും. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും, എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ സ്കിൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണോ എന്താണെന്ന് വെച്ചാൽ അവരോട് പറയാം. അപ്പോൾ അവരതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരും. അതുപോലെ ഓഫറിൽ നിങ്ങൾക്ക് 550, 600 ആ റേഞ്ചിലും പർച്ചേസ് ചെയ്യാൻ പറ്റും ചില സമയത്ത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ. യൂസ് ചെയ്ത് എനിക്ക് ഈ പിമ്പിൾസ് ഒക്കെ ആ മാർക്ക് കുറയാൻ വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വീണ്ടും പിമ്പിൾസ് വരിക അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രോഡക്റ്റ് എനിക്ക് ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ നല്ലൊരു പിമ്പിൾസ് ഒക്കെ ഉള്ള ഫേസ് ആണ് നിങ്ങളുടെ എങ്കിൽ, ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇൻസ്റ്റഗ്രാം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം. ആൻഡ് ഇത് നിങ്ങൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. ബൈ ബൈ.